കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് ഫുള്ള് കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ പാർട്ട് 2 ആണ് കേട്ടോ അത്. മസനഗുഡി, അതെ, നമ്മളെ മസനഗുഡി ട്രിപ്പ്. അങ്ങനെ നമ്മൾ ജീപ്പിൽ രാവിലെ ഇങ്ങനെ പോവുകയാണ്. പോണ റൂട്ട് ഒരു രക്ഷയില്ല. ഈ പറഞ്ഞ പോലെ ഫുൾ കാട്. കാട് എന്ന് പറഞ്ഞാൽ ഈ ഇരുട്ട് പിടിച്ച അങ്ങനത്തെ കാടല്ല, ഫുൾ ഓപ്പൺ ആയിട്ടുള്ള അധികം മരങ്ങളില്ലാത്തൊരു കാട്, പക്ഷേ ഫുൾ മൃഗങ്ങൾ. അങ്ങനെ പോണ വഴി നമ്മളൊരു എസ്റ്റേറ്റ് കണ്ടേ. എസ്റ്റേറ്റിൻ്റെ അവിടെ ഈ കാപ്പിത്തോട്ടം ഉണ്ടായിരുന്നു. ആ കാപ്പിത്തോട്ടത്തിലുണ്ട് പെട്ടെന്ന് നമ്മൾ കാണില്ല, പക്ഷെ ഇഷ്ടം പോലെ മാനുകൾ അതിൻ്റെ ഉള്ളിൽ. പക്ഷെ നമുക്ക് സത്യം പറഞ്ഞാൽ മാനെ കണ്ടപ്പോൾ പിന്നെ ഒരു വിലയില്ലാണ്ടായി. കാരണം പോണ വഴിയൊക്കെ ഇഷ്ടം പോലെ മാനൊക്കെ ഉണ്ടായിരുന്നു. മാനെ കാണുമ്പോൾ ഈ പട്ടിനെയും, നമ്മൾ പോണ വഴി പട്ടിനെയും കാക്കനെയൊക്കെ കാണില്ലേ, ആ ഒരു മൈൻഡേ മാനാണ് പോട്ടെ, മാൻ വേറെ എന്തെങ്കിലുണ്ടോ, ആ ഒരു മൈൻഡേ നമുക്ക്. പക്ഷെ മാനുകൾക്കൊന്നും ഒരു പേടിയില്ലാതെ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ എന്നെ എടുത്തോളൂ എന്ന് പറഞ്ഞ് നിന്നേരായിരുന്നു. അങ്ങനെ പോണ വഴി കുറച്ച് പോത്തുകളെ കണ്ടു. എന്നിട്ട് ആ വണ്ടി ചേട്ടൻ നമ്മൾ കാട്ടുപോത്തെന്നൊക്കെ പറഞ്ഞ് പറ്റിച്ചെങ്കിലും നമുക്ക് മനസ്സിലായി അത് നാടൻ പോത്തായിരുന്നു. പിന്നെ നമ്മൾ വേറെ റൂട്ട് പോകാൻ വേണ്ടിയിട്ട് തിരിച്ച് നമ്മളെ സ്ഥലത്തേക്ക് വന്നു. ഒരു ചായയൊക്കെ കുടിച്ചു. വീണ്ടും നമ്മൾ ജീപ്പിൽ കയറി നമ്മളെ യാത്ര വീണ്ടും തുടർന്നു കേട്ടോ. ആ റൂട്ട് അതിമനോഹരമായൊരു റൂട്ടായിരുന്നു. അങ്ങനെ നമ്മളൊരു ബോർഡ് കണ്ട്, കടുവയുണ്ട് സൂക്ഷിക്കാമെന്ന് പറഞ്ഞിട്ട്. അത് കണ്ട് കഴിഞ്ഞതും ദാണ്ടടാ കരടിയുണ്ട് ഇവിടെ. അടുത്ത് മൂട് കാണാനുള്ളത്. കരടിയുടെ മൂടാണ് കണ്ടെങ്കിലും നമ്മളെല്ലാവരും ഹാപ്പിയായി. കാരണം ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് കരടിനെ നേരിട്ട് കാണുന്നത്. പിന്നെ നമ്മൾ പോണ വഴി ഒരു ഡാമിൽ നിർത്തി. ഡാമിൽ ഈ പറഞ്ഞ പോലെ മാനും സിംഹവാലങ്കുരങ്ങും ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഒരു മലയുടെ മുകളിലോട്ട് കൊണ്ടുപോയിട്ടാ. പോണ റൂട്ടുണ്ടടാ ഒരു രക്ഷയില്ല. കാരണം ഈ വണ്ടർലയിലൊക്കെ റൈഡിൽ കയറിയ പോലെ ആയിരുന്നു. സീറ്റിലിരിക്കാൻ പറ്റണേ ഉണ്ടായിരുന്നില്ല. പക്ഷെ പിള്ളേരൊക്കെ ശരിക്കും എൻജോയ് ചെയ്തു. പേടിയായെങ്കിലും, കാരണം നമ്മളത് ശരിക്കും ശ്രദ്ധിച്ചില്ലെങ്കിൽ താഴ്ത്തിടക്കും. പക്ഷേ സൂപ്പറായിരുന്നു കേട്ടോ പോണ റൂട്ട്. എന്താ പറയുക, ശരിക്കും എൻജോയ് ചെയ്തു. നമ്മളിത്രയും ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടാണ് മുകളിൽ കയറിയെങ്കിലും മുകളിൽ കയറി കഴിഞ്ഞിട്ടുള്ളൊരു വ്യൂ ഉണ്ടല്ലോ, അത് സൂപ്പറായിരുന്നേ. കാരണം ഈ രാവിലെ മഞ്ഞും കോടയും ഒക്കെ ആയിട്ടുള്ളൊരു വ്യൂ, അതിമനോഹരമായൊരു വ്യൂ ആയിരുന്നു. ശ്രദ്ധിച്ചില്ലെങ്കിൽ താഴ്ത്തിടക്കും, എന്നാലും എന്താ പറയുക, നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ പോണ വഴിയുണ്ട് മയിൽ ഇങ്ങനെ പീലി വിടർത്തി നിൽക്കും. നമ്മൾ മുള്ളമന്തി എന്ന് പറഞ്ഞാൽ നിർത്തിയത് വണ്ടി. പക്ഷേ വണ്ടി നിർത്തി സൂം ചെയ്ത് നോക്കിയപ്പോഴാണ് അത് മയിലാണെന്ന് നമുക്ക് മനസ്സിലായത്. മയിലിനടുത്ത് തന്നെ മാനും നിൽക്കണ്ടേ, അതുകൊണ്ട് തന്നെ ഒരു നല്ല വ്യൂ ആയിരുന്നു കേട്ടോ, മാനും മയിലും കൂടിയുള്ളൊരു വ്യൂ. അത് കഴിഞ്ഞപ്പോൾ ഉണ്ടാ ആന ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും ആനനെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴായിരുന്നു ആനനെ കണ്ടത് ഭാഗ്യം പോലെ. അങ്ങനെ